Welcome to Electrodynamics 46th lecture. This is for semester 3 BSc Physics main students. Today's topic is transition current. That is unit 6 of the syllabus. Transition current or varying current. In this chapter we see initially some circuit components. You see what are the circuit components. In transition current, we see circuit components. The first figure represents our resistor, the second figure capacitor, the third figure inductance, and fourth figure a battery, a DC source, cell. These are circuit elements: the resistor, the capacitor, the inductance, and the DC EMF, direct current EMF, direct EMF. And what we discuss here is the varying current. The time taken for current to establish or charge to establish in a circuit that we are going to see. നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കുന്നത് ആദ്യം പറയാം. ഈ കാണുന്നതാണ് സർക്യൂട്ട് എലമെൻറ്റ്. ആ റെസിസ്റ്ററാണ്, സി കപ്പാസിറ്ററാണ്, എൻ ഇൻഡക്റ്റൻസ്, ഈ ഒരു ഡി സി സോഴ്സാണ്. എ സി ഇതിനകത്ത് വരുന്നില്ല. എ സി സിമ്പിൾ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ എപ്പോഴും ഡി സി സിമ്പിൾ, അതായത് കറണ്ട് സോഴ്സ് എപ്പോഴും ഡി സി, ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇത്തരം സർക്യൂട്ടിൽ ഇപ്പോൾ ഒരു ആർ സർക്യൂട്ട് അല്ലെങ്കിൽ സി സർക്യൂട്ട് അല്ലെങ്കിൽ സി ആർ സർക്യൂട്ട്, എല്ലാ സർക്യൂട്ട്, അതിലേക്ക് നമ്മളൊരു ബാറ്ററി പിടിപ്പിച്ചാൽ ആ സർക്യൂട്ടിൽ കറണ്ട് മാക്സിമം ആകാൻ അല്ലെങ്കിൽ ചാർജ് മാക്സിമം ആകാൻ എത്ര സമയമെടുക്കും, ആ സമയത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ്. അല്ലെങ്കിൽ പറയാം, ഇത്തരം സർക്യൂട്ടിലേക്ക് LR അല്ലെങ്കിൽ CR, LCR സർക്യൂട്ടിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ അതിൽ ചാർജ് അല്ലെങ്കിൽ കറണ്ട് മാക്സിമം ആകാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ ആ സർക്യൂട്ട് ഓഫ് ചെയ്താൽ ആ കറണ്ട് ഇല്ലാതാകാൻ എത്ര സമയം വേണം. ഇത്തരം സമയത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ലൈറ്റുണ്ട്, ബൾബുണ്ട്, ബൾബിനകത്ത് റെസിസ്റ്റൻസ്. അതിപ്പോൾ ട്യൂബാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഇൻഡക്റ്റൻസ് കൂടി കാണാം. അപ്പോൾ ഈ ട്യൂബ് തെളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എല്ലാ സർക്യൂട്ടാണ്. അപ്പം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ട്യൂബ് തെളിയണമെന്നില്ല, അല്പം സമയമെടുക്കും. അല്ലെങ്കിൽ പറയാം, ആ സ്വിച്ച് ഓഫ് ചെയ്താൽ ആ ട്യൂബ് കെട്ടുപോകാനായിട്ട് അല്പം സമയമെടുക്കും. അതായത് ചിലപ്പോൾ ഒരു 0.1 സെക്കൻഡ്, അല്ലെങ്കിൽ ഒരു 0.01 സെക്കൻഡ്, അല്ലെങ്കിൽ 0.001 സെക്കൻഡ്, അങ്ങനെ ഒരു സമയം എടുക്കും. ഇത്തരം സമയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കുക. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ ഒരു കണക്ഷൻ എടുക്കുക, ഒരു ട്യൂബ് ലൈറ്റ്, ഒരു ട്യൂബ് നമ്മൾ തെളിക്കുകയാണ്, ഒരു ഫ്ലൂറസെൻറ്റ് ട്യൂബ് തെളിക്കുകയാണ്. അപ്പോൾ അതിനൊരു സ്വിച്ചുണ്ട്, പിന്നെ കറണ്ടുണ്ട്. ആ ട്യൂബ് നമ്മൾ തെളിച്ചിട്ടിരിക്കുകയാണ്. അത് ഓഫ് ചെയ്യാൻ, അത് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്താൽ എപ്പോൾ കിടും? നിങ്ങൾ പറയും അപ്പോൾ തന്നെ കിടുമെന്ന് പറയും, ആ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ തന്നെ കിടും എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഒരു ചെറിയ സമയം എടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു 0.1 സെക്കൻഡ് ആകാം, അല്ലെങ്കിൽ ഒരു 0.01 സെക്കൻഡ് ആകാം, അല്ലെങ്കിൽ 0.001 സെക്കൻഡ് ആകാം. ഇത്തരം ചെറിയ സമയത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ഈ ട്രാൻസിഷൻ കറണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 സർക്യൂട്ടാണ് പഠിക്കാനുള്ളത് പ്രധാനമായിട്ട് സിലബസിൽ പറയുന്നത്. ഒന്ന് LR, രണ്ടാമത്തത് CR, അല്ലെങ്കിൽ ഒന്ന് CR, രണ്ടാമത്തെ LR, പിന്നെ മൂന്നാമത്തെ LCR. ഓരോന്നിനും ഈ 2 കേസുണ്ട്. CRന് 2 കേസുണ്ട്, LRന് 2 കേസുണ്ട്, LCRന് 2 കേസുണ്ട്. ഏത് വേണമെങ്കിലും എസ് ആയിട്ട് ചോദിക്കാം. LCR ആണെങ്കിൽ ഒരു കേസ് മാത്രം എസ് ആണ്, ഇമ്പോർട്ടൻ്റ് എസ്. അപ്പോൾ കുറഞ്ഞത് ഒരു 4 എസ് ഈ ചാപ്റ്ററിലുണ്ട്. പ്രോബ്ലമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ആണ് മിക്കവാറും കാര്യങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ സർക്യൂട്ടായിട്ട് നമ്മൾ പഠിക്കുന്നത് CR സർക്യൂട്ടാണ്. ഇപ്പോൾ സിലബസിൽ LR എഴുതിയെങ്കിലും CR പഠിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. കാരണം LRനേക്കാൾ സിമ്പിൾ CR ആണ്. അതുകൊണ്ട് CR ആദ്യം പഠിച്ചിട്ട് നമുക്ക് LRലേക്ക് പോവാം. ഇപ്പോൾ CR സർക്യൂട്ട്, കേസ് 1 ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എ CR സർക്യൂട്ട്. അപ്പോൾ ഗ്രോത്ത് ഓഫ് ചാർജ് ആണ് കേസ് 1. പിന്നെ ഡികെ ഓഫ് ചാർജ് കേസ് 2. നമ്മൾ ആ കീ ഓൺ ചെയ്യണമെങ്കിൽ, ഇവിടെ കീ കാണിച്ചിട്ടില്ല, ആ കീ വെച്ച് സർക്യൂട്ട് ഓൺ ചെയ്താൽ ഈ കപ്പാസിറ്ററിലേക്ക് ചാർജ് കൂടും, കപ്പാസിറ്ററിലുള്ള ചാർജ് കൂടും. ചാർജ് കൂടി മാക്സിമം ആകാൻ എത്ര സമയം എടുക്കും, അതാണ് ഡിസ്കഷൻ. ഇപ്പോൾ ടൈറ്റിൽ ഇതാണ്, ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എ CR സർക്യൂട്ട്. ഇതിൻ്റെ കേസ് 2 എന്ന് പറഞ്ഞാൽ ഡികെ ഓഫ് ചാർജ് ആണ്. ഡിക്രീസ് ഓഫ് ചാർജ് ഇൻ എ CR സർക്യൂട്ട്, അത് കേസ് 2 ആണ്. അപ്പോൾ കേസ് 1 പറഞ്ഞിട്ട് നമ്മൾ കേസ് 2ലേക്ക് മാറും. അപ്പോൾ സർക്യൂട്ട് നോക്കിയേ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റർ, അതിലേക്ക് ഒരു ബാറ്ററി കൊടുത്തിരിക്കുകയാണ്. ഒരു കീ കൂടി വേണമെങ്കിൽ കൊടുക്കാൻ നിങ്ങൾക്ക്, കാരണം നമ്മൾ കീ ഓൺ ചെയ്തിട്ട് വേണം ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് consider a CR circuit in which a battery of EMF E is connected. Let a current I flow through it. The circuit equation becomes സർക്യൂട്ട് ഇക്വേഷൻ എന്തായിട്ട് മാറുമെന്ന് പറയാം. സപ്ലൈ വോൾട്ടേജ് I ഇസിക്കൽ VC പ്ലസ് VR. VC എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഈ ബാറ്ററിയുടെ EMF റെപ്രസെൻ്റ് ചെയ്താൽ നമുക്കത് വോൾട്ടേജ് ഡിവൈഡർ ഫോർമുല കൊടുക്കാം. കപ്പാസിറ്റിയിലെ വോൾട്ടേജ് VC, പിന്നെ റെസിസ്റ്റൻസിലെ വോൾട്ടേജ് VR, PdVR. VR എന്ന് പറഞ്ഞാൽ RI ആണല്ലോ, VR RI ആണ്. I എന്ന് പറഞ്ഞാൽ dQ/dt, റേറ്റ് ഓഫ് ചാർജ് ആണ്. അപ്പോൾ VR-നെ നമുക്ക് R×dQ/dt എന്ന് പറയാം. VC Q/C, അത് കപ്പാസിറ്റി ഡെഫിനിഷൻ ആണല്ലോ. C is Q/V. അതുകൊണ്ട് കപ്പാസിറ്ററിലെ വോൾട്ടേജ് VC എന്ന് പറഞ്ഞാൽ Q/C എന്ന് എഴുതാം. ഈ രണ്ട് വാല്യൂസും ആ ഇക്വേഷൻ ഒന്നിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ രണ്ട് വിലകളും ഇക്വേഷൻ 1ലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. Put the two values in equation 1. Then we get E is equal to Q/C plus R into dQ/dt. മൾട്ടിപ്ലൈങ് ബൈ C. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് C കൊണ്ട് ഗുണിക്കുക. EC ഈക്വൽ ടു Q പ്ലസ്, ഇവിടെ C വെട്ടി പോവുകയാണ് റൈറ്റ് സൈഡിൽ, പ്ലസ് RC ഇൻറ്റു dQ/dt. ഇനി നമ്മൾ ചെറിയൊരു റീപ്ലേസ്മെൻറ്റ്, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ബട്ട് EC ഈക്വൽ Q0, നമ്മൾ EC Q0 എന്ന് വിളിക്കുക, അത് മാക്സിമം ചാർജാണ്. ബാറ്ററി വോൾട്ടേജിൽ കപ്പാസിറ്റി ചാർജ് ചെയ്യുകയാണെങ്കിൽ അതാണ് കപ്പാസിറ്ററിന് കിട്ടാവുന്ന മാക്സിമം വോൾട്ടേജ്. ബട്ട് EC ഈക്വൽ ടു Q0, മാക്സിമം ചാർജ്, നോട്ട് വോൾട്ടേജ്, മാക്സിമം ചാർജ് ഇൻറ്റു കപ്പാസിറ്റർ. Therefore, the equation we can write Q0 is equal to Q plus RC CR into dQ/dt. നമ്മൾ ആ CR into dQ/dt LHS കൊണ്ടുവരണം. മൈനസ് CR into dQ/dt ഈക്വൽ ടു Q minus Q0 റൈറ്റ് സൈഡിൽ കൊണ്ടുവരണം. ഇനി വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് Q minus Q0 ഈസ് X. ആ റൈറ്റ് സൈഡിലുള്ള Q minus Q0 X എന്ന് കൊടുക്കുക. Now we see അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് dx/dt -0. കാരണം Q0 മാക്സിമം ചാർജ് കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണല്ലോ, അതുകൊണ്ട് അങ്ങനെ എഴുതുന്നത്. dQ/dt is equal to dx/dt. dQ/dt -0 is dx/dt. That is dQ/dt is dx/dt. അപ്പോൾ ഈ മുകളിലത്തെ ഇക്വേഷൻ എന്ത് വരും? -CR into dQ/dt. That is dx/dt is X, where X is equal to Q minus Q0. ഈ സ്റ്റെപ്പ് ഒന്ന് റീഅറേഞ്ച് ചെയ്യും. നമ്മൾ dxന് താഴെ X കൊണ്ടുവരണം. അതുപോലെ CR/dt എന്നുള്ള ടേം റൈറ്റ് സൈഡിൽ അതിൻ്റെ ശരിയായ രീതിയിൽ എഴുതുക. ദാറ്റ് ഈസ് dx/dt is equal to -1/CR/dt. അപ്പോൾ ഇത് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ മോഡൽ ഇക്വേഷനാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റിംഗ് 1/x dx is equal to -1/CR constant into integral dt. And integral dx by x is equal to log x to the base e equal to -1/r integral dt is t plus k, where k is a constant of integration. In all integration, in all indefinite integrals, there is a constant of integration. That constant we put as k. That is log x to the base e is equal to -1/CR t plus k. Write in exponential form. ഒരു ലോഗ് ഫോം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ ഫോം എഴുതാൻ അറിയാമല്ലോ. അതായത് a⁻x m ആണെങ്കിൽ നമ്മൾ പറയും log m to the base a is equal to x. ഇവിടെ log m to the base a equal to x എന്നാണ്. x എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കാണുന്ന സിംഗിളാണ് അല്ല. അപ്പോൾ എങ്ങനെ പറയാം? x is equal to e⁻1/CRT plus k. ആ e⁻1/CRT plus k എന്നുള്ളത് ഇയുടെ പവർ ആണെന്ന് ഓർക്കണം. എങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ ഫോമും ലോഗ് ഫോമും തമ്മിലുള്ള റിലേഷൻ? അതായത് a⁻x ഈക്വൽ ടു m ആണെങ്കിൽ അത് ലോഗ് ഫോമിലാക്കുമ്പോൾ log m to the base a is equal to x. ആ ഫോമിലാണ് മുകളിൽ കാണുന്ന log x to the base c ഈക്വൽ ടു m. എമ്മിന് പകരം അവിടെ -1/CR into t plus k ആണ്.
അതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിലാക്കുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1 ബൈ സി ആർ ടി പ്ലസ് കെ എന്ന് വരും. സിമ്പിൾ ലോഗരിതമിക് ലോഗരിതം. നമ്മൾ ആ ഇ റൈസ് ടു മൈനസ് 1 ബൈ സി ആർ ഇൻറ്റു ടി പ്ലസ് കെ എന്നുള്ളത് 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്നുള്ള മോഡലിലേക്ക് മാറ്റി എഴുതണം. ഇപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് 1 ബൈ സി ആർ ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു കെ. ഈ കോൺസ്റ്റൻ്റ് ആണ്, കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ റൈസ് ടു കെ അനദർ കോൺസ്റ്റൻറ്റ്. പുട്ട് ഇ റൈസ് ടു കെ ഈസ് ഈക്വൽ ടു എ അനദർ കോൺസ്റ്റൻറ്റ്. Therefore എക്സ് ഇസ് ഈക്വൽ ടു എ ഈസ് റിട്ടൺ ഇൻ ഫ്രണ്ട് a e raised to minus 1 by cr into t. Put the value of x. X we know q minus q0. So q minus q0 is equal to a e raised to minus 1 by cr into t. Equation number 2. Initially, when t is equal to 0, q is equal to 0. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റിയുടെ അകത്ത് ചാർജ് ഇല്ലല്ലോ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് q0 എന്ന് എഴുതാം. At the start, when t is equal to 0, q is equal to 0. So above equation number 2 becomes 0 minus q0. q0 is a constant. 0 minus q0 is equal to a e raised to minus 1 by cr into 0. Time is 0. That is minus q0 is equal to a e raised to 0. എന്ന് കിട്ടും. ഈ വാല്യൂ നമ്മൾ ആ e raised to 0 വേണമെന്ന് കൊടുക്കണം. That is minus q0 is equal to a into 1. That is a is equal to minus q0. Put this in equation number 2. ഈ a എന്നുള്ളത് മൈനസ് q0 എന്നുള്ള ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അതിനകത്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ q മൈനസ് q0 is equal to minus q0 e raised to minus 1 by cr into t എന്ന് കിട്ടും. ആ q0 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം, പ്ലസ് ആയിട്ട് മാറും. q is equal to q0 minus q0 e raised to minus 1 by cr into t എന്ന് വരും. Take q0 outside as common factor. q is equal to q0 into 1 minus e raised to minus 1 by cr into t. And again that step is repeated. The step is repetition. q is equal to q0 into 1 minus e raised to minus 1 by cr into t. മൈനസ് 1 by cr into t എന്ന് പറയുന്നത് ഈയുടെ പവറാണ്. പൊക്കി എഴുതണം, ഈക്ക് മുകളിൽ എഴുതണം ചേർത്ത്. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എ സി ആർ സർക്യൂട്ട്. ദിസ് ഈസ് എ ഇക്വേഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എ സി ആർ സർക്യൂട്ട്. അപ്പോൾ ഒരു സി ആർ സർക്യൂട്ടിൽ നമ്മൾ കീ ഓൺ ചെയ്താൽ, ബാറ്ററി കണക്ട് ചെയ്തില്ല, കീ ഓൺ ചെയ്താൽ അവിടെ ചാർജ് ഇൻക്രീസ് ചെയ്യുന്ന റിലേഷനാണ് ഈ എഴുതിയിരിക്കുന്നത്. q is equal to q0 into 1 minus e raised to minus 1 by cr into t. ടി മുകളിലാണ് കേട്ടോ, സി ആർ മാത്രമേ താഴെയുള്ളൂ. അപ്പോൾ ഇതാണ് എക്സ്പൊണൻഷ്യൽ റിലേഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ സി ആർ സർക്യൂട്ട്. ബൈ ഹാർട്ട് ചെയ്യണം, കാണാതെ പഠിക്കണം. കാണാതെ പഠിക്കാൻ പറ്റും, കാരണം നമ്മൾ ഇതേ കേസ് ഇങ്ങനെ പിന്നെ ഒരു 5-6 പറയാൻ പോവുകയാണല്ലോ. ഇപ്പോൾ എവിടെയായാലും പഠിച്ചിരിക്കും. അപ്പോൾ ഇപ്പോഴേ പഠിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ഇപ്പോൾ നമ്മൾ 6 കേസ് പറയുമ്പോൾ എവിടെയായാലും നിങ്ങൾ ഇത്ര ഇക്വേഷൻ പഠിക്കും. എല്ലായിടത്തും ഒരുപോലെയാണ്. ഫസ്റ്റ് കേസിൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ സെക്കൻഡ് കേസ് മനസ്സിലാകും. സെക്കൻഡ് കേസ് മനസ്സിലായില്ലെങ്കിൽ തേർഡ് കേസ് മനസ്സിലാകും. എവിടെയെങ്കിലും വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ എ സി ആർ സർക്യൂട്ട്. അപ്പോൾ ഇത്തരം ഇക്വേഷൻ ഡിസ്കഷൻ ഉണ്ട്. ഡിസ്കഷൻ ഇതിനകത്ത് ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നൊരു ടേം ഉണ്ട്. അത് ഇലക്ട്രോണിക്സിലൊക്കെ പഠിക്കുന്നതാണ് ഈ ടൈം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പിന്നെ സി ആർ സർക്യൂട്ടിന് ഒരു ടൈം കോൺസ്റ്റൻറ്റ് ഉണ്ട്. അതെന്താണെന്ന് പറയാം. If t is equal to 0, then q is equal to 0. If t is infinity, then q is equal to q0. അപ്പോൾ നമ്മൾ ഓൺ ചെയ്ത് കുറേ നേരം കഴിയുമ്പോൾ, ഈ കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 0.1 സെക്കൻഡൊക്കെ മതി കേട്ടോ. അതേരം ചാർജ് മാക്സിമം ആകും. ഒരു 1 സെക്കൻഡൊക്കെ മതി. ഇനി ഡിസ്കഷൻ ടൈം കോൺസ്റ്റൻറ്റ് ടോ. q is equal to q0 into 1 minus e raised to minus 1 by cr into t. Case 1, if t is equal to cr, then q is equal to q0 into 1 minus e raised to minus 1 by cr into cr. Cr cancels. Q is q0 into 1 minus e raised to minus 1.
Q0 into 1 minus 1 by E. That is Q is Q0 into 1 minus 1 by 0. 1 by E. 1 minus 1 by E. Now case 2, if T is equal to 2CR, then Q is equal to Q0 into 1 minus 1 by E square. If T is 3CR, then Q is equal to Q0 into 1 minus 1 by E cubed and so on. അങ്ങനെ പോകും. ഇപ്പോൾ CR ഇങ്ങനെ കൂട്ടി 2CR 3CR എന്നിങ്ങനെ പോവുകയാണെങ്കിൽ ഇതേ രീതിയിൽ ഇക്വേഷൻ മാറിക്കൊണ്ടിരിക്കും. That is if T is equal to CR, 2CR, 3CR, etc. The charge in the capacitor becomes 1 minus 1 by E, 1 minus 1 by E square, 1 minus 1 by E cubed, etc. times the maximum charge Q0. Then CR is equal to is called time constant of the circuit measured in second. ടൈം കോൺസ്റ്റൻ്റ് അളക്കുന്നത് സെക്കൻഡിലാണ്. സെക്കൻഡിൽ എന്തുകൊണ്ട് CRൻ്റെ യൂണിറ്റ് സെക്കൻഡ് വരുന്നു? അത് ചെറുതായി ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചെറുതായി ഒന്ന് കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് വരുന്നതിൻ്റെ CR അത് ഫാരഡ് ഇൻറ്റു ഓം ആണ്. ഫാരഡ് ഇൻറ്റു ഓം ആണ്. ഫാരഡ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ബൈ വോൾട്ടാണ്. ഓം വോൾട്ട് ബൈ ആറാണ്. അവിടെ വോൾട്ട് പോയിട്ട് ഇ ബൈ സി ബൈ ആർ എന്ന് കിട്ടും. അല്ലെങ്കിൽ കൂളംബിയാർ എന്ന് കിട്ടും. കൂളം ആംബിയർ സെക്കൻഡാണ്. ആംബിയർ സെക്കൻഡ് ബൈ അവിടെ എഴുതി നോക്കണം കേട്ടോ, അപ്പോൾ ശരിയാകും. അവസാനം നമുക്ക് സെക്കൻഡ് വരും. ഇവിടെ CR എന്ന് പറഞ്ഞാൽ ഫാരഡ് ഓം ആണ്. ഫാരഡ് കൂളം ബൈ വോൾട്ടാണ്. പിന്നെ ഓം വോൾട്ട് ബൈ ആംബിയർ ആണ്. ആംബിയർ വോൾട്ടും വിട്ടും. കൂളം ആംബിയർ സെക്കൻഡ്, താഴെ ആംബിയർ വിട്ടുപോയിട്ട് സെക്കൻഡ്. അപ്പോൾ ഇതാണ് CR സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇതേപോലെ നമ്മൾ സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് ഉണ്ട് കേട്ടോ. ഈ ഗ്രോത്ത് ഓഫ് ചാർജിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ട് എങ്ങനെയാണ് പിന്നെ CR സർക്യൂട്ടിൽ ചാർജ് ഗ്രോ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്ലോട്ടാണ് വരച്ചിരിക്കുന്നത്. ടൈം എക്സ് ആക്സിൽ, ചാർജ് Y ആക്സിൽ ഒരു എക്സ്പോണൻഷ്യൽ കർവാണ് കിട്ടുന്നത്. ആ കർവിൻ്റെ ഇക്വേഷൻ Q0 into 1 minus E raised to minus 1 by CR/T. മുകളിൽ ചെന്ന് മുട്ടണമെങ്കിൽ ഇൻഫിനിറ്റ് സമയം വേണം. അതുകൊണ്ടാണ് നമ്മൾ മുകളിൽ മുട്ടിക്കാതെ കീപ്പ് ചെയ്തിരിക്കുന്നത്. So the graphical plot of growth of charge in a CR circuit is illustrated in the figure. Time is taken on the x-axis and the charge Q on the y-axis. Q0 is the maximum charge. The curve is an exponential curve. The curve touches the maximum charge line, Q0 line, only after infinite time. So in the next class we study the decay of charge in CR circuit, and that is all with this lecture on transient current. Thank you very much.